10ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ബയോളജി ടെക്സ്റ്റിലെ ചാപ്റ്റർ 1ലെ ഏറ്റവും ആദ്യത്തെ വർക്ക്ഷീറ്റാണിത്. പേജ് നമ്പർ 11ലെ വർക്ക്ഷീറ്റ്. ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളെല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കണേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. DNAയിൽ എത്ര സ്ട്രാൻഡ്സ് ഉണ്ട്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ 2 സ്ട്രാൻഡ്സ്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. ഏതൊക്കെ മോളിക്യൂൾസ് ആണ് സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്? ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ്. അതിൻ്റെ പടവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? നൈട്രജൻ ബേസസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്പ് നൈട്രജൻ ബേസസ് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഫോർമേഷൻ ഓഫ് റങ്സ്. റങ്സ് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? ബൈ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസ് പെയർ ചെയ്തിട്ടാണ്. മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ്. ഇങ്ങനെയാണ് മോളിക്യൂൾസ് ബേസ് പെയർ ചെയ്തിട്ടുള്ളത്. കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് ആണ്. അതായത് അഡിനെപ്പോഴും തൈമിനുമായും ഗ്വാനിനെപ്പോഴും സൈറ്റോസിനുമായും മാത്രമാണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ലോങ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെപ്പൽസ് ലേണിംഗ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോ കാണണേ. താങ്ക്